നമ്മുടെ NCUAയുടെ മോഡറേറ്ററായിട്ടുള്ള ബഹുമാനപ്പെട്ട ടിഡ്സൺ ബ്രദർ ചെറിയ ആശംസ നൽകുന്നതാണ്. നമ്മൾ വൈദിക ശ്രേഷ്ഠരൊക്കെ പ്രസംഗിച്ചു കഴിയുമ്പോൾ നമുക്ക് കാര്യമായിട്ടൊന്നും പ്രസംഗിക്കാൻ ഇല്ല, പറയാനും ഇല്ല. എങ്കിലും ഞാൻ മനസ്സിൽ വെച്ചിരുന്ന 2-3 വാക്യങ്ങൾ വൈദികൻ പറഞ്ഞതുകൊണ്ട് അതിൽ നിന്നും പെറുക്കിയെടുത്ത് ഒരു അൽമായ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനു മുമ്പ് ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ കാരിസ് എന്ന പദം ചിലർക്കെങ്കിലും പുതിയതായിരിക്കും. അത് പറയുമ്പോൾ ഞാനൊന്ന് എണീറ്റ് നിൽക്കാൻ പറയുകയാണ് നിങ്ങളോട്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഗമത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളവർ എണീറ്റ് നിൽക്കാമോ? അന്ന് എണീറ്റ് നിൽക്കും. ഒന്ന് കാര്യങ്ങളായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് വേണ്ടത് ഇതാണ്. നമുക്ക് പഴയവരും പുതിയതും എല്ലാവരും വേണം. കാരണം കാലഘട്ടങ്ങൾ മാറിപ്പോകും. പക്ഷെ വിശ്വാസം നിലനിൽക്കേണ്ടതാണല്ലോ. അത് കൈമാറ്റപ്പെടണമെങ്കിൽ ഇങ്ങനെയുള്ള ചില കൂട്ടായ്മകളിൽ പഴയവരും പുതിയവരും വേണം. പ്രൈസ് ദി ലോർഡ്. അതിൽ നിന്ന് മറ്റൊരു വ്യത്യസ്തത ഈ വർഷം എനിക്ക് കാണാൻ കഴിയുന്നത്, ഒത്തിരി സ്ത്രീജനങ്ങൾ വന്നിട്ടുണ്ട്. റീച്ച് ഔട്ട് മിനിസ്ട്രി സ്ത്രീകളെ കൂടാതെ അപൂർണമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് പ്രത്യേകം നന്ദി. നിങ്ങളൊക്കെ തുടർന്ന് നിങ്ങളുടെ ഇടവകളിലെ റീച്ച് ഔട്ടുമായിട്ടും കാരിസ്മാറ്റിക്കിൻ്റെ പ്രധാനപ്പെട്ട പ്രാർത്ഥനാ കൂട്ടായ്മയുമായിട്ട് നിങ്ങൾ ചേർന്ന് പോകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. നിമിഷം ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റാറില്ലല്ലോ. അതുകൊണ്ട് അപ്പം 3 കാര്യങ്ങൾ ഞാൻ ഓർത്ത് പറയുകയാണ്. അച്ഛൻ പറഞ്ഞു ജീവൻ വേണം. നമുക്ക് ജീവൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്നതാണ് അതിൻ്റെ അർത്ഥം. പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് ആവശ്യമായിട്ട് വേണ്ടത് എന്താണ്? നമ്മൾ പുതിയ സ്നേഹത്തിൽ നിറയുക എന്നതാണ്. അപ്പോൾ ഈ പുതിയ ജീവൻ നമുക്ക് ഉണ്ടാകുന്നത് എപ്പോഴാണ്? വൈദികൻ പറഞ്ഞു നമ്മളെല്ലാവരും മറ്റുള്ളവരെ മാനസാന്തരത്തിലേക്ക് നയിക്കണമെന്ന്. ആ പുതിയ സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ നമ്മൾ നിറഞ്ഞു നിൽക്കണമെങ്കിൽ നാം സ്വയം മാനസാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. ആ മാനസാന്തര അനുഭവം നമ്മുടെ ജീവിതത്തിൽ അനുദിനം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. നമ്മളൊരു പക്ഷേ ഈ വർഷം പുതിയ ഒരു വൈദികൻ വരുന്നു, മറ്റൊരു വർഷം വേറൊരു വൈദികൻ വരുന്നു, വേറൊരു വർഷം വേറൊരു ബ്രദർ വരുന്നു. നമുക്ക് പുതിയ അറിവ് കിട്ടും. പക്ഷേ അറിവിൻ്റെ കുറവ് ഈ കാലഘട്ടത്തിൽ ഇല്ല. നമുക്കറിയാം, അറിവിൻ്റെ കുറവല്ല നമുക്കുള്ളത്. നമുക്ക് സ്നേഹത്തിൻ്റെ കുറവുണ്ട്. ആ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ അതിന് കാരണം തടസ്സമായി നിൽക്കുന്നത് മാനസാന്തര അനുഭവം നമുക്ക് വരേണ്ടിയിരിക്കുന്നു. മാനസാന്തരപ്പെടുകയും സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന സുവിശേഷമാണ് നമ്മൾ കൊടുക്കേണ്ടത്. രക്ഷ നമ്മളിലൂടെ എല്ലാവരിലേക്കും എത്തണമെങ്കിൽ രക്ഷകനായി വന്നവന്റെ ദൗത്യം നമ്മളിലേക്ക് കടന്നു വരുന്നു. റീച്ച് ഔട്ട് മിനിസ്ട്രി എന്ന് പറയുന്നത് തന്നെ ദൈവിക സ്വഭാവം നിറഞ്ഞതാണ്. അത് ദൈവത്തിന് മാത്രമേ, ദൈവത്തിൽ നിറഞ്ഞവർക്ക് മാത്രമേ, ദൈവസ്നേഹത്തിൽ നിറഞ്ഞവർക്ക് മാത്രമേ അത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലേ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിറയണം. ദൈവസ്നേഹത്തിൽ നമ്മൾ ജനറലൈസ് ചെയ്താലും അത് അപൂർണമായിട്ട് നിൽക്കും, അത് അപൂർണമായിട്ട് നിൽക്കും. ക്രിസ്തുവിന്റെ സ്നേഹം കൊടുക്കുന്ന സ്നേഹത്തിലേക്ക് അവൻ കുരിശിൽ മരിച്ചു ഉത്ഥാനം ചെയ്ത ഉത്തിതനായ ക്രിസ്തുവിനെ ഓരോ റീച്ച് ഔട്ട് മിനിസ്ട്രി ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ NGOs ആയിട്ട് മാറും. നമ്മൾ അങ്ങനെയല്ലല്ലോ, അല്ലേ? സാധാരണ NGOs അല്ല. അപ്പൊ അതും നമ്മളൊന്ന് ഓർക്കണം. ഇന്ന് കർത്താവേ, എനിക്കൊരു മാനസാന്തരം ഉണ്ടാവണം. അപ്പോൾ ഞാൻ ആ രക്ഷയുടെ സന്ദേശം, ആ രക്ഷയുടെ സുവിശേഷം, ആ ഉത്തിതനായ ക്രിസ്തു ജീവിക്കുന്നുവെന്ന് നമ്മളിലൂടെ റീച്ച് ഔട്ട് മിനിസ്ട്രിയിലൂടെ മറ്റു കൂട്ടായ്മകൾ അറിയണം, സഭ അറിയണം, സഭയിലൂടെ മറ്റു ജനം അറിയണം. വേണ്ടേ? അതാ ഒരു വേണം. യെസ്, പ്രൈസ് ഗോഡ്. അതുപോലെ തന്നെ അച്ഛൻ വേറൊരു വാക്ക് പറഞ്ഞു, കൂട്ടായ്മ. അതില്ലാതെ ഇത് നിലനിൽക്കില്ല. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കാരിസ് എന്ന് പറഞ്ഞൊരു കാര്യം. കാരിസിന്റെ 3 മിഷൻ പരിശുദ്ധ മാർപ്പാപ്പ ഫ്രാൻസിസ് പിതാവ് നൽകിയ ആ 3 മിഷൻ ഞാൻ നിങ്ങൾ ഓർമ്മിക്കണം. ഒന്ന്, അത് ബാപ്റ്റിസം ഇൻ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനുള്ള സ്നാനം. അത് മരിച്ചു സ്പർശിച്ചു പോയ വിഷയമാണ് ഉദ്ഘാടന പുസ്തകത്തിൽ. ആ പരിശുദ്ധാത്മാവിന്റെ സ്നാനം അനുദിനം നമ്മൾ കഴിയണം. ആ സ്നേഹത്തിൽ നിറയണം. റോമാ 5:5 അഭിഷേകത്തിൽ നമ്മൾ നിറയണം. അത് കഴിഞ്ഞാൽ പിന്നെ പറയുന്നതാണ് ക്രിസ്ത്യൻ യൂണിറ്റി. കുടുംബത്തിലെ യൂണിറ്റി നമ്മൾ മല്ലിട്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ എല്ലാ വീടുകളിലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയാണ്. ഒരു വീടൊഴിഞ്ഞ് നമുക്ക് മാറ്റി പറയാനില്ല. എല്ലാ വീടുകളിലും യൂണിറ്റി ഒരു പ്രശ്നമാണ്. ആ പ്രശ്നമായതുകൊണ്ട് തന്നെ കൂട്ടായ്മയിലും യൂണിറ്റി ഒരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു ഇതര കൂട്ടായ്മകളുമായിട്ടുള്ള ഐക്യത്തിനും അത് പ്രശ്നമാണ്. സഭയിലും നമ്മളത് കാണുന്നുണ്ട്. മാറ്റം അവിടെയോ ഇവിടെയോ അല്ല, എന്നിലാണ് വേണ്ടത്. ആ ഐക്യത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളണം. മൂന്നാമതായി സർവീസ് ടു പുവർ, ദരിദ്രർക്ക് വേണ്ടിയുള്ള. ദരിദ്രൻ എന്ന് പറയുമ്പോൾ പുതിയ വ്യാഖ്യാനങ്ങൾ വരുന്നത് അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന ശിശു മുതൽ 5-3 ദിവസം പ്രായമുള്ള ആ ഫീറ്റസ് മുതൽ
നിരാലംബരായിട്ടുള്ളവരെ, മാർജിനലൈസ് ചെയ്യപ്പെട്ടവരെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ ആശംസ സന്ദേശം അവസാനിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.